السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, രാത്രികളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ദുആക്ക് ഇജാബത്ത് ഉത്തരം കിട്ടുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാഅത്ത് രാത്രി. ബറാഅത്ത് എന്ന പേര് ലഭിക്കാനുള്ള കാരണം, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനത്തിന്റെ രാത്രി. അന്നത്തെ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആടുകൾക്കുള്ള രോമത്തിനേക്കാളും കൂടുതൽ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രാത്രിയായതുകൊണ്ടാണ് ലൈലത്തുൽ ബറാഅത്ത് രാത്രി എന്ന പേര് കിട്ടാനുള്ള കാരണം. അങ്ങനെ പല പേരുകളും ബറാഅത്ത് രാത്രിക്ക് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ മുബാറക എന്നാണ് ബറാഅത്ത് രാത്രിയെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, വളരെയധികം മഹത്വവും ബർക്കത്തും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു രാത്രി ആയതുകൊണ്ട് ധാരാളം നന്മകൾ അന്നത്തെ രാത്രിയിൽ നാം ചെയ്യണം. ഖുർആൻ ഓതിയും ദിക്ർ ചൊല്ലിയും ഇസ്തിഗ്ഫാർ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും അന്നത്തെ രാത്രിയിൽ നാം ചെയ്യണം. അന്ന് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ നാം ചെയ്യുന്ന, നാം ഓതുന്ന, നാം ചൊല്ലുന്ന കാര്യങ്ങൾ അതൊക്കെയും നാം ചെയ്യണം. നമ്മുടെ മഹാരഥന്മാര് അവര് കാണിച്ച വഴിയാണ് നാം സ്വീകരിക്കേണ്ടത്. അവർ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനൊക്കെല്ലാ തെളിവുകളും അവരുടെ മുമ്പിലുണ്ട്. നാം ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മുടെ നാടുകളിൽ ഓതുന്ന ഒന്നാണ് സൂറത്ത് യാസീൻ. ചില ആളുകൾ ചോദിക്കുന്നു, യാസീൻ എന്തിനാണ് ഓതുന്നത്? പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അത് യാസീന് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യാസീന് ഖൽബുൽ ഖുർആനിന്റെ ഖൽബാണ്, ഖുർആനിന്റെ ഹെഡാണ്. മാത്രമല്ല യാസീനിന്റെ മഹത്വങ്ങൾ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹത്വം ഒരു ഹദീസിൽ കാണാം. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, യാസീൻ സൂറത്ത് എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാൽ ആ ഉദ്ദേശം പൂർത്തിയായി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 3 നിയത്ത് വെച്ച് 3 ഉദ്ദേശം മനസ്സിൽ കരുതിയാണ് ബറാഅത്ത് രാത്രിയിൽ നാം യാസീൻ ഓതുന്നത്. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നാം നിയത്ത് വെക്കേണ്ടത്, മനസ്സിൽ കരുതേണ്ടത്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ. നാം ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാകണം. അല്ലാതെ കുറെ കാലം ഇവിടെ ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ ജീവിച്ച് ഒരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? നല്ല ആളാരാണ്? ഖൈറുൻ നാസ് ആരാണ്? അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തിനിക്ക് പറഞ്ഞു കൊടുത്തത് ത്വാല ഉംറുഹു വഹസുന അമലഹു, കുറെ കാലം ഇവിടെ ജീവിച്ച് അവന്റെ നന്മകൾ, അവന്റെ അഅമാലുകൾ നന്നാക്കിയവനാണ്, നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. കുറെ കാലം ജീവിക്കുകയും ആ ജീവിക്കുന്ന കാലത്തോളം നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അപ്പോൾ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നാം മനസ്സിൽ കരുതേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് എനിക്കുണ്ടാകണം. രണ്ടാമത് യാസീൻ ഓതുമ്പോൾ നാം നിയത്ത് വെക്കേണ്ടത് നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാകണം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം, വസ്ത്രം, വീട്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമ്മുടെ പണം, ജോലി, അതിലൊക്കെയും ഒരു വിശാലത ഉണ്ടാകണം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂടാ. ആ ഒരു നിയത്താണ് നാം രണ്ടാമത് യാസീൻ ഓതുമ്പോൾ വെക്കേണ്ടത്.
മൂന്നാമത് യാസീൻ ഓതുമ്പോൾ നാം വെക്കേണ്ട നിയത്ത് ഈമാനോടുകൂടെ മരിക്കണം. നമുക്കെയും എപ്പോഴും ദുആ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അത് ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പൊ കുറെ കാലം ജീവിച്ച് നല്ല കാര്യങ്ങളും ചെയ്ത് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ഈമാൻ ഇല്ലാതെ മരിച്ചാൽ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടു, അവൻ പരാജയപ്പെട്ടവനാണ്. അപ്പൊ ഈ ഒരു ഉദ്ദേശം വെച്ചാണ് എല്ലാ ബറാഅത്ത് രാത്രികളിലും നാം 3 യാസീൻ ഓതുന്നത്. അതുപോലെ തന്നെ യാസീന് ഓതിയതിന്റെ ശേഷം സൂറത്തു ദുഖാന് നാം ഒരു പ്രാവശ്യം ഓതുക. സൂറത്തു ദുഖാനിലാണ് ബറാഅത്ത് രാത്രിയുടെ മഹത്വങ്ങൾ പറഞ്ഞത്. ഫിഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ദിവസം എന്ന് അവിടെ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അത് ബറാഅത്ത് രാത്രിയാണ്. അതുകൊണ്ടാണ് സൂറത്തു ദുഖാൻ ഓതാനുള്ള കാരണം. സൂറത്തു ദുഖാൻ ഓതിയാൽ വേറെയും കുറെ മഹത്വങ്ങൾ നേട്ടങ്ങളുണ്ട്, വിഷയമല്ലാതെ കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ബറാഅത്ത് രാത്രിയിൽ നാം പ്രത്യേകം ചെല്ലേണ്ട ദിക്റുകൾ മഹാന്മാരെ നമുക്ക് പഠിപ്പിക്കുന്നു, അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദിക്റും ഈ ദുആ 70 പ്രാവശ്യം നാം ചൊല്ലണം. ഇതാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണം. അതുപോലെ തന്നെ ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ, ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണം. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചാനലിന്റെ അഡ്മിൻ അതായത് ഒരു വീട് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനുള്ള ഇതൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ആ വീടിന്, നമ്മുടെ ചാനലിൻ്റെ അഡ്മിനാണ്, എല്ലാ ദിവസവും നിങ്ങളിൽ എത്തിച്ചു തരുന്ന അതിൻ്റെ ഒരു 80% ക്രെഡിറ്റ് കൊടുക്കേണ്ട അഡ്മിനാണ് എല്ലാ ഇതും നിങ്ങളിൽ എത്തിച്ചു തരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ സഹായിക്കും എന്നൊരു വിശ്വാസത്തോടെ എന്നും ആ അഡ്മിൻ്റെ ദുആയും നമ്മുടെ ഉസ്താദിൻ്റെ ദുആയും എന്നും നിങ്ങളിൽ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ സഹായം നമ്മളിവിടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു എന്നും വസിയത്തോടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുകൾ നമുക്ക് എത്രയാണ് ചൊല്ലാൻ സാധിക്കുന്നത് അത്രയും ചൊല്ലണം. മഹാനായ സഹാബി അലാമ സഹാബി തങ്ങളുടെ കിതാബായ അൽ ഖൗലുൽ ബദീർ, ആ കിതാബിന്റെ 208-ാമത്തെ പേജിൽ അസ്വലാത്തു അലൻ നബി ഫി ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിന്റെ മഹത്വം നേട്ടങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഒരു ഹദീസിൽ കാണാം. മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളിൽ പ്രഗൽഭനായ ഒരു പേരക്കുട്ടിയാണ് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഖാൽ മൻ സ്വല്ല അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഷഅബാൻ മാസത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും 700 പ്രാവശ്യം ചൊല്ലിയാൽ യുവക്കിലുല്ലാഹു തആല മലായികത്തിൻ, അവനിക്ക് വേണ്ടി അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കും, ലിയുസിറുഹായി, അവന്റെ സ്വലാത്തിനെ എത്തിച്ചു കൊടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവന് ചൊല്ലിയ 700 സ്വലാത്തിനെ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കും. റൂഹ് നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക, ആ സ്വലാത്ത് അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സന്തോഷിക്കും എന്നാണ് ഹദീസിൽ പറഞ്ഞത്. സുമ്മ യഅമുറുല്ലാഹു, പിന്നെ അല്ലാഹു കൽപ്പിക്കും, യസ്തഗ്ഫിറു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെ അവനിക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ, അവനിക്ക് പൊറുക്കലിനെ ചോദിക്കാൻ അല്ലാഹു പ്രത്യേകമായ മലക്കുകളെ ഏർപ്പാട് ചെയ്യും. അപ്പോൾ ഷഅബാനിൽ എല്ലാ ദിവസവും നാം 700 സ്വലാത്ത് ചൊല്ലണം. അപ്പൊ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ, ബറാഅത്ത് രാത്രിയും 700 സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ, അങ്ങനെയുള്ള സ്വലാത്തുകൾ നമുക്കറിയുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം. അപ്പോൾ സ്വലാത്തുകളെ കൊണ്ടും ദിക്റുകൾ ചൊല്ലിയും ദുആകൾ, നമുക്കറിയുന്ന ദുആകൾ നാം അന്ന് നടത്താം. ബറാഅത്തിന്റെ രാത്രിയിൽ
അത് അറബിയിലാണെങ്കിൽ അറബിയിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണ്, ഏത് ഭാഷ, അള്ളാഹ്ക്ക് എല്ലാ ഭാഷയും അറിയും. നമുക്ക് അറിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് നാം ഈ കാര്യങ്ങളൊക്കെയും ഖുർആനോദിയും യാസീനോദിയും ഇതൊക്കെയും ചെയ്തതിന്റെ ശേഷം അവസാനം നാം കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി നാം ദുആ ചെയ്യുക. നമുക്ക് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രത്യേകമായ ഒരു രാത്രിയാണ്. നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന്, ഈ ദുരിതത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ, നമുക്ക് സന്തോഷം കിട്ടാൻ നാം എല്ലാ ആളുകളും ഈ മഹത്തായ രാത്രി ദുആ ചെയ്യണം. അതുപോലെ തന്നെ സദഖകൾ ചെയ്യലും ഏറ്റവും മഹത്വമുള്ള പുണ്യമുള്ള ഒരു രാത്രിയാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെയും അങ്ങനെയും ചെയ്യുക പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആ രാത്രിയുടെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നാം ആ രാത്രിയിൽ ധാരാളം അഅമാലുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.